ഹലോ ഫ്രണ്ട്സ്, ഇനി ഈ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട്, അതായത് ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെയും അതുപോലെ തന്നെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെയും ഡിഫറൻസുകളാണ്. അതായത് അവർ തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചെറിയ പോർഷനിൽ പറയുന്നത്. അപ്പോൾ നിർമ്മാണത്തിൻ്റെ ബേസിലാണെന്ന് വെച്ചെങ്കിൽ നമുക്കറിയാം, റോട്ടറുകളിലുള്ള മാറ്റം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ നിന്നും അതുപോലെ തന്നെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ നിന്നുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ ആദ്യം സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ആണെങ്കിൽ അതിൻ്റെ റോട്ടർ എങ്ങനെയാണ്, കോപ്പർ കണ്ടക്ടേഴ്സ് പാരലായിട്ട് ഷാഫ്റ്റിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിലാണ് ഒരു സ്ക്വിറൽ കേജിൻ്റെ കൺസ്ട്രക്ഷൻ പോലെയാണ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ വരുന്നത്. പക്ഷേ സ്ലിപ്പ് റിംഗ് ആവട്ടെ നേരെ തിരിച്ചാണ്. അതായത് ഷാഫ്റ്റിൻ്റെ മുകളിൽ കോറ് വെച്ചിട്ട് അതിൽ വൈൻഡിങ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ വൈൻഡിങ്സിൻ്റെ സപ്പോർട്ടീവായിട്ട് എന്തും കൂടെ ഉണ്ടാവും, ഒരു സ്റ്റാർ കണക്റ്റഡ് റെസിസ്റ്റൻസ് സെറ്റ് കൂടെ അവിടെ, ഒരു സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് സെറ്റും കൂടെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എന്താണ്, 3 അറ്റങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതായിട്ടുണ്ട്. അത് ഷാഫ്റ്റിൽ ഉറപ്പിച്ച് സ്ലിപ്പ് റിങ്ങുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുമെന്നാണ് ഈ ഒരു പാരഗ്രാഫിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 റോട്ടറിൽ വരുന്ന ഈ 2 മാറ്റങ്ങൾ മാത്രമാണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിനും അതേപോലെ തന്നെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിനുള്ള വ്യത്യാസം വരുന്നത്. പക്ഷേ സപ്ലൈ നോക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് 3 ഫേസ് സപ്ലൈ സ്റ്റേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അത് നോർമലായിട്ടാണ്. സ്റ്റേറ്റർ വൈൻഡിങ്ങുകൾ എപ്പോഴും 120 ഡിഗ്രി അപ്പാർട്ടായിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്കയാണ്. അതായത് ഇവർ രണ്ടുപേരും ഒരേപോലെയാണ്. പക്ഷേ ഇവരിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ സ്ക്വിറൽ കേജും സ്ലിപ്പ് റിങ്ങും തമ്മിലുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ റോട്ടറിലുള്ള ചേഞ്ച് മാത്രമാണ്. ഇനി അല്ലാതെ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ബേസിൽ മാത്രമാണ് പറഞ്ഞത്. ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എങ്ങനെയാണ് മാറി മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റായിട്ട് പറയുന്നത് സ്പീഡ് എന്നുള്ളതാണ്. അതായത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും. കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള, അതായത് 120 f/p എന്നുള്ള ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് 3 ഫേസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എത്രയുണ്ടോ അതിനോട് അടുത്ത് തന്നെ എന്തുണ്ടായിരിക്കും, ഒരു സ്പീഡ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന് ഉണ്ടായിരിക്കും. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന് സ്പീഡ് കൂടുതലാവാനുള്ള, അതായത് കോൺസ്റ്റൻ്റ് ആണ് സ്പീഡ്. പക്ഷേ ഇവിടെ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് എന്താണ്, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിനേക്കാളും ഇൻഡക്ഷൻ മോട്ടോർ ലോഡ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് നന്നായി കുറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിലുള്ള വെയിറ്റ് കുറേ ബാലൻസ് ആയിട്ട് വരുന്നത് എന്തിലാണ്, അതായത് കുറേ വൈൻഡിങ്ങുകളോ അതുപോലെ തന്നെ കോർ സെറ്റപ്പോ ഒന്നും സ്ക്വിറൽ കേജിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് ലോഡിനെ വലിക്കാനുള്ള കപ്പാസിറ്റി അതിന് കൂടുതലായിരിക്കും. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആകുമ്പോൾ അതിൽ എന്താണ്, ആ ഷാഫ്റ്റിൻ്റെ മുകളിൽ തന്നെയാണ് സ്ലിപ്പ് റിങ്ങുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് ഒരു ബ്രഷ് ആയിട്ട് സ്റ്റാർട്ടർ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈൻഡിങ് വരുന്നുണ്ട്, കോറ് വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടിനും സ്പീഡ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് തന്നെയാണ്. പക്ഷേ ലോഡ് ചെയ്യുന്ന സമയത്ത് സ്ക്വിറൽ കേജിൻ്റെ സ്പീഡ് കുറച്ച് മാത്രമേ കുറയൂ. സ്ലിപ്പ് റിംഗ് ആകുമ്പോൾ ലോഡിൽ സ്പീഡ് നന്നായിട്ട് താഴേക്ക് വരും. 2 പേരുടെയും സ്പീഡ് ഏകദേശം 120 f/p എന്നുള്ള സ്റ്റേറ്റർ സ്പീഡ്, സിങ്ക്രണസ് സ്പീഡിനോട് അടുത്ത് വരുന്നതായിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ അതിനോടൊരു 10-15 RPM വ്യത്യാസം വരുന്ന രീതിയിലായിരിക്കും വരിക. ഇനി ടോർക്ക്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ നല്ലതാണെങ്കിലും പക്ഷേ എന്താണ്, റണ്ണിങ് ടോർക്ക് മെച്ചപ്പെട്ടതാണ്. അതായത് സ്റ്റാർട്ടിംഗ് ടോർക്കിൽ വരുന്ന അപാകത എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ് ആർക്ക് പറഞ്ഞ്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന് വരുന്നത്. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവായതുകൊണ്ടാണ് നമ്മൾ ഡബിൾ സ്ക്വിറൽ കേജിൻ്റെ ഒരു ടൈപ്പ് നമ്മൾ സപ്പോർട്ടീവായിട്ട് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറച്ച് വീക്കാണ്, പക്ഷേ റണ്ണിങ്ങിൻ്റെ സമയത്തുള്ള ടോർക്ക് നല്ല രീതിയിലുള്ള ടോർക്കാണ്. അതായത് ഏകദേശം നല്ല ടോർക്ക് തന്നെയാണ് അവിടെ തരുന്നത്. പക്ഷേ സ്ലിപ്പ് റിങ്ങിൻ്റെ കേസ് ആണെങ്കിലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഫുൾ ലോഡ് ടോർക്കിനേക്കാൾ 3 ഇരട്ടിയാണ്. അതായത് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹെവി ടോർക്കാണ് വരിക. റണ്ണിങ്ങിൻ്റെ സമയത്ത് ടോർക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത്
മീഡിയം റേഞ്ചിലുള്ള ടോർക്കേ ഉള്ളാവുള്ളൂ. ആ ഒരു മീഡിയം റേഞ്ചിൻ്റെ 3 ടൈംസോളം ടോർക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് മോട്ടോർ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി കറണ്ട്, സ്റ്റാർട്ടിങ് കറണ്ടിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റാർട്ടിങ് കറണ്ട് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന് കൂടുതലാണ്. ഫുൾ ലോഡ് കറണ്ടിൻ്റെക്കാളും ഏകദേശം 5 ഇരട്ടിയോളമാണ് വാല്യൂ വരുന്നത്. എന്നാൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്റ്റാർട്ടിങ് കറണ്ട് കൂടുതലാണ്. കാരണം എന്താണ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടറിൽ ഒരു സ്റ്റാർട്ടർ റെസിസ്റ്റർ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു 3 ഫേസ് സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് കറണ്ട് വളരെ ലാർജ് എമൗണ്ടിൽ തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റണ്ണിങ്ങിൻ്റെ സമയത്ത് വരുന്ന കറണ്ടിനേക്കാളും വെറും 2 ടൈംസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് 3 ഇരട്ടിയോളം മറ്റേയിൽ നിന്ന് കുറവായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ സ്പീഡ് കൺട്രോൾ മെത്തേഡുകൾ, പോളുകൾ മാറ്റി സ്പീഡ് കൺട്രോൾ ചെയ്യുക. അതായത് 120 F/P എന്നുള്ള അതിൽ P മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോൾസിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാൻ പറ്റും. നമുക്ക് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ പറ്റുന്നത് എന്താ വെച്ചാൽ റോട്ടറിൻ്റെ പുറത്തുള്ള റെസിസ്റ്റൻസ് മാറ്റിയിട്ട് വേണം സ്പീഡ് ചേഞ്ച് ചെയ്യാനായിട്ട്. അതായത് സ്പീഡിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന റോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന റെസിസ്റ്റൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് പവർ ഫാക്ടർ രണ്ടിനും ഏകദേശം ഒരു സെയിം ലെവലാണ്. സ്ക്വിറൽ കേജിന് ആണ് കുറച്ച് കുറവുള്ളത്. 0.7 മുതൽ 0.8 വരെയാണ് വരിക. സ്ലിപ്പ് റിങ്ങിനാണെങ്കിൽ 0.8 മുതൽ 0.9 വരെ. ഇനി മെയിൻ്റെനൻസ് വളരെ കുറവ് വരുന്നതാണ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് മെയിൻ്റെനൻസ് കൂടുതലാണ്. അതിനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിങ്ങും ബ്രഷും തമ്മിലുള്ള കോണ്ടാക്റ്റ് വരുന്ന സെക്ഷൻ അത് തന്നെ എപ്പോഴും മെയിൻ്റെനൻസ് വരുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ ബ്രഷുകളെന്ന് പറഞ്ഞാൽ കുറേ നേരം സ്ലിപ്പ് റിങ്ങുകളോട് കോണ്ടാക്റ്റിൽ വന്ന് ഒരസി അത് തേയ്മാനം സംഭവിച്ച് നഷ്ടമായി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 6 മാസം 10 മാസം അല്ലെങ്കിൽ ഒരു 12 മാസം ഉപയോഗിക്കുന്ന ഒരു സമയത്ത് ആ ഒരു മോട്ടോറിൻ്റെ ബ്രഷുകൾക്ക് വരുന്ന തേയ്മാനം കാരണം എന്ത് ചെയ്യണം, ബ്രഷുകൾ മാറ്റിയിട്ട് കൊടുക്കേണ്ടി വരും. അതായത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ മെയിൻ്റെനൻസിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിന് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ യൂസുകൾ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യുന്നത് റോളിംഗ് മില്ല് അതേപോലെ തന്നെ ഫ്ലവർ മില്ല്, ലിഫ്റ്റ്, ക്രെയിന് അങ്ങനെയുള്ളിടത്താണ്. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് എങ്ങനെയാണ് വേണ്ടത്, സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ്, ഫുൾ ലോഡ് ടോർക്ക് അതായത് പ്രവർത്തിക്കുന്ന സമയത്തുള്ള ടോർക്ക് കൂടുതലുള്ള സിറ്റുവേഷനാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കുന്നത്. പക്ഷേ ആദ്യം പറഞ്ഞിട്ടുള്ള സ്ക്വിറൽ കേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇത് എപ്പോഴും ഉപയോഗിക്കുക. ലെയ്ത്ത്, ഡ്രില്ല്, ബ്ലോവർ, പ്രിൻറ്റിങ് പ്രസ് അല്ലെങ്കിൽ മെഷീൻ ഫ്ലോർ മില്ല് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നിർമ്മാണ ചെലവിൻ്റെ കാര്യത്തിൽ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വൈൻഡിങ്ങിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ ഒരുപാട് വൈൻഡിങ്ങുകളോ ആർമേച്ചർ കോറുകളോ ഒന്നും റോട്ടറിന് ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ച് സ്ലിപ്പ് റിങ്ങിനാണെങ്കിൽ ഇതേപോലെ വൈൻഡിങ്ങുകളും അതിൻ്റേതായിട്ടുള്ള കോറ്, ആർമേച്ചറിൽ റോട്ടർ കോറിൻ്റെ ഒക്കെ ആവശ്യകത ഉള്ളത് കൊണ്ട് തന്നെ അതിലുള്ള ചിലവ് കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെയും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെയും പറയാനുള്ളത്. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. പക്ഷേ ബാക്കി കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിലും കുറച്ച് വ്യത്യാസമുണ്ട്, കുറേയൊക്കെ സാമ്യമുള്ളതുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.